ഇന്ന് കേരളത്തിൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഗപ്പീസിനെ ഹോൾസെയിലായിട്ട് ഈ റേറ്റിൽ എവിടെയും കിട്ടത്തില്ല. ഈ ക്വാളിറ്റിയിൽ ഈ ബീറ്റാസിനൊക്കെ നോക്കിയാൽ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സൈസൊക്കെ നോക്കിയാൽ ഇതേ റെഡ് ഇയർ കോയിലോ ചാകര എന്ന് പറയാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. നിങ്ങൾക്കും ഇതേപോലെ ബൾക്കായിട്ട് ഫിഷസുകളെ ബ്രീഡ് ചെയ്യിക്കാൻ സാധിക്കും. അതിനുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ക്യൂബ് അക്രോട്ടിക്സിനെ നിങ്ങൾ മറക്കത്തില്ല. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫാം വീഡിയോ അല്ല, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ്. നമ്മളൊരു കിടിലൻ ഒരു ഫാം വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഫാമിലെത്തിയിട്ടുണ്ട്. ഫാം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് ഫാം എന്നൊക്കെ നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എത്തിയല്ലേ, ഇവരോട് തന്നെ നമുക്ക് ചോദിച്ച് ഈ സ്ഥലവും ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതെത്തടാ പറഞ്ഞോ. നമ്മള് വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയില് തൃപ്രയാർ എന്ന് പറയും. പെരിങ്ങോട്ട് അവിടെ ചാഴൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ലൊക്കേഷൻ വരുന്നത് അല്ലേ. ചാഴൂര് വന്നിട്ട് അവിടെ ചോദിച്ചാൽ അറിയാം ക്യൂബ് അക്വാട്ടിക്സ് അല്ലെങ്കിൽ സജിത്തിന്റെ വീട് വന്നെടുക്കാം. നമുക്ക് എപ്പോ വേണമെങ്കിലും വന്നെടുക്കാവുന്നല്ലേ. അപ്പൊ 10 മണി തൊട്ട് 5 മണി വരെ വന്നെടുക്കാം. പിന്നെ കൊറിയർ ഉണ്ടല്ലേ. അപ്പൊ നമ്മ ഇങ്ങനത്തെ ഒരു കിടിലൻ ഫാം കണ്ടിട്ട് അതിന്റെ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് എടുക്കണമെന്ന രീതിയിലാണ് നമ്മൾ രാവിലെ എത്തിയേക്കണത്. അപ്പൊ നമുക്ക് എടുത്താലോ ഫാമിന്റെ. ഓക്കെ, അതിപ്പോ ഇവിടെ ബീറ്റാസ് ആണല്ലേ. ഈ സെക്ഷനിൽ ബീറ്റാസ് ആണ്, ബോട്ടിലിംഗ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ളതാണ് സെയിലിനായിട്ടുള്ള സൈസ്. അപ്പോൾ ബീറ്റാസ് ഇവിടെ സെയിൽ സെക്ഷൻ ഉണ്ട്, പിന്നെ ബൾക്ക് ചെയ്യുന്ന വേറെ സെക്ഷൻ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഗപ്പീസിൻ്റെ ബൾക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു കിടിലൻ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ബീറ്റാസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് ബീറ്റാസ് താഴെ മുകളിലായിട്ടൊക്കെ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല കിണ്ണൻ സൈസാണ്. ഇത് എല്ലാത്തിനടുത്ത് കാണിക്കാട്ടോ, നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഇതൊക്കെ ഏത് വെറൈറ്റീസാണ്? ക്യാൻഡി അല്ലേ, ഡംബോയർ, ക്യാൻഡി എല്ലാം ഇവിടെ OHM ആണ്. പ്ലക്കാർഡ് ചെയ്യണല്ലോ അല്ലേ. എല്ലാം ഈ ഷോപ്പിലായിട്ടൊക്കെയും ആയിട്ട് OHM ആണ് കൂടുതൽ പോണത് അല്ലേ. OHM തന്നെയാണ്. അപ്പൊ ഇതെല്ലാം സെയിലിനുള്ള സൈസാണല്ലേ. ഇതൊക്കെ എന്തായാലും നമ്മൾ അക്വരത്തിലിട്ട് കാണിക്കാട്ടാ. അതിന് മുമ്പായിട്ട് എനിക്കിവിടെ കയറി വന്നപ്പോൾ തോന്നിയത്, എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു അഭിപ്രായം വേണ്ട. ഞാൻ ഇവിടെ കയറി വരുമ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടട്ടാ. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഫാമും അതേപോലെ തന്നെ നമ്മൾ ഫാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ട്. അതിൽ സ്ഥലങ്ങളില്ലാത്ത ടീമുണ്ട്. ഇല്ലാതെ മാക്സിമം ഉള്ള സ്ഥലത്തൊക്കെ ടാങ്കുകൾ നിറച്ചിട്ട് നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, നമുക്ക് കുറച്ച് സ്ഥലം കൂടി ഉണ്ടാച്ചെങ്കിൽ ഈ വീടിൻ്റെ സൈഡിൽ നിന്നും ഇവിടെ നിന്നൊക്കെ മാറ്റി അവിടെ കൊണ്ട് സെറ്റ് ചെയ്യുക, അത് നല്ല അടുക്കും ചുറ്റുപാടൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ട് ചെയ്യാമെന്നൊക്കെ ചിന്തിക്കുന്ന ടീമുണ്ട്. കുറച്ച് സ്ഥലം കൂടുതലുണ്ടെങ്കിൽ. പക്ഷേ സ്ഥലം ഉണ്ടെങ്കിൽ പോലും ഇത് നോക്കിയേ, ഈ വീടിൻ്റെ ചുറ്റിനും തന്നെ ടാങ്ക് വേണ്ട. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഫില്ല് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഈ വീടിൻ്റെ കുറച്ച് സ്ഥലം പരിസരത്ത് ഉണ്ട് എങ്കിലും അവിടെയും ടാങ്ക് ഉണ്ട്. അതുകൂടാതെ തന്നെ ചേട്ടൻ വേറെ സ്ഥലത്ത് ഇതേപോലെ കിടിലൻ 5-6 ടാങ്കുകൾ വലിയ വലിയ ടാങ്കുകളായിട്ട് ഷെഡ് അടിച്ചിട്ട് ചെയ്യുന്നുമുണ്ട്. എന്താ നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ വീടിൻ്റെ ഈ സൈഡിലുണ്ട്, ആ സൈഡിലുണ്ട്, ഫ്രണ്ടിലുണ്ട്, ബാക്കിലൊക്കെ ഉണ്ട്, എല്ലാം ടാങ്കാണ്. പിന്നെ മുകളിലുണ്ട് ബീറ്റാസ് വെച്ച്, ഇവിടെ ഉണ്ട്. ഡബ്ബാസിൻ്റെ ബഹളമാണ്. അപ്പോൾ നമ്മൾ മീനിനെ സ്നേഹിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീടൊന്നും നോക്കുന്നില്ല, എല്ലായിടത്തും തന്നെ ഫില്ല് ചെയ്ത് വെക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ സീനൊക്കെ നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ചോട്ടോ, അവരും കാണണ്ടേ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ. ഈ വെറൈറ്റി നമ്മുടെ തായ് ഫ്ലാഗ് അല്ലേ. ഇത് തായ് ഫ്ലാഗ്, തായ്ലാൻഡിന്റെ ഫ്ലാഗിന്റെ ഒരു കളറിന് ഓൾമോസ്റ്റ് വരുന്ന കാരണം തായ് ഫ്ലാഗ് എന്നുള്ള പേര് വരുന്നത് ആണല്ലേ. ഞാൻ ഇത്ര സൈസ് ആയിട്ടുള്ള തായ് ഫ്ലാഗിന് ആദ്യമായിട്ടാണ്. ഇത് എത്ര മാസം പ്രായമായിട്ടുണ്ടാവും? ഇത് നമ്മളൊരു ബ്രീഡിങ് എടുത്ത ഫിഷാണ്. ഇത് ഓൾറെഡി നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഷുകളാണ്. സാധാരണ ആൾക്കാർ നമ്മൾ ചോദിക്കുമ്പോൾ സെയിൽ ചെയ്യുക ഫസ്റ്റ് ബ്രീഡിങ്ങിനുള്ള സൈസാണ് ഇത്തിരി ചെറിയ ഫിഷ്, ചെറുതായിട്ടുള്ള ഫിഷ്. അപ്പോഴാണ് അവർക്ക് 2-3 ബ്രീഡിങ് കിട്ടുള്ളൂ. പിന്നെ ഹോബിയസ്റ്റോൾ ഇങ്ങനെ ചോദിക്കും വലിയ സൈസ്, നല്ല ടൈലൊക്കെ ചോദിക്കുന്ന ടീമിന് ഇത് കൊടുക്കുമല്ലോ. ഇത് ഏതാ വെറൈറ്റി? നമ്മൾ ഇത് യെല്ലോ ഗ്രിസിലാണത്. യെല്ലോ ഗ്രിസിൽ അല്ലേ, ഒരു ഫാൻസി കളർ പോലെ വരുന്ന ഒരു ഐറ്റം ആണത്. നല്ല
റോസ് ടൈല് പോലുള്ള ടൈല് വരുന്ന ഷേപ്പാണ് ശരിക്കും ടൈല്. ഓയിച്ചമ്മിനേക്കാൾ ഇത്തിരി ബെറ്ററാണ്. ആ അല്ലേ. അടുത്ത നമ്മുടെ റെഡ് ഡ്രാഗനും ഉണ്ട്. റെഡ് ഡ്രാഗന് അത്യാവശ്യം പേര് ഇവിടെ കൊടുക്കാനുണ്ട്. നല്ല ക്വാളിറ്റിയാണ് OHM വരുന്ന റെഡ് ഡ്രാഗന്. പിന്നെ എനിക്ക് തോന്നിയ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റാസൊക്കെ നല്ല സൈസ് ആണെങ്കിലും മീഡിയം സൈസ് ആണെങ്കിലും നല്ല ആക്റ്റീവ് ആണ്. അവരുടെ ഫുഡ് തന്നെ ആയിരിക്കും. മൊയിന ഇവിടെ ഒരു ബൾക്കാണ് കൾച്ചർ ചെയ്ത് കൊടുക്കുന്നത്. ആ മൊയിനയുടെയൊക്കെ ഫുഡിൻ്റെ ഇത് തന്നെ ആയിരിക്കാം. ഇത് നമ്മളെ ക്യാൻഡി അല്ലേ? ഇത് നെമോ ക്യാൻഡി OHM മൾട്ടി കളർ വരുന്ന ഒരു വെറൈറ്റി. കൂടുതൽ ആൾക്കാർക്ക് നല്ല റെഡ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഇതാണല്ലേ. ഇതിന്റെ പ്ലക്കാർട്ടൊക്കെ ഇവിടെ ചെയ്യണ്ട? ഇല്ല, പ്ലക്കാർട്ട്സ് നമ്മുടെ ഒന്നുമില്ല. കളറിലും ചെയ്യില്ല, OHM മാത്രമേ ആണല്ലേ. ഇല്ല, പ്ലക്കാർട്ടിൽ കുറേ വെറൈറ്റി ആണ് ഉണ്ട്. OHM ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര. ഇത് ഏതാ വെറൈറ്റി? ഇതൊരു കോപ്പർ എന്ന് പറയും. കോപ്പർ ഡ്രാഗൺ പാറ്റേൺ പോലെയാണ് വരിക. അല്ലേ. ബ്ലാക്കില് ബ്ലാക്ക് കോപ്പർ എന്നുള്ള സ്റ്റൈല് എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇത്. കറക്റ്റ് ബ്ലാക്കും കോപ്പറിനുള്ള ഒരു കളർ കറക്റ്റ്. ബ്ലാക്ക് ബീറ്റാസിൽ കുറവാണുള്ളത്. ബാക്കിയെല്ലാം കളറും തന്നെ ഉണ്ടെന്ന് പറയാല്ലേ. ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് മാമ്പയുടെ ഒക്കെ ഒരു പാറ്റേൺ അങ്ങനത്തെ ഒരു കളേഴ്സ് തന്നെയല്ല. അതില് OHM വന്നാക്കണ പോലെ ഉണ്ട്. ഇത് നമ്മുടെ വൈറ്റ് ഡംബോയിട്ട് നല്ല ഡംബോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫിഷിന് ഫീമെയിലിന് ഡംബോയുണ്ട്, മെയിലിന് നല്ല കിടിലൻ ഡംബോയുണ്ട്. OHM വരുന്ന വൈറ്റ് ഡംബോയാണ്. ഇത് അത്യാവശ്യം സെയിലിനായിട്ടുണ്ട്. അടുത്ത നിമോ ക്യാൻഡിൽ OHM വരുന്ന വേറെ കുറേ കളർ സെലക്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ 5-6 കളറുണ്ട്. നമ്മൾ ഇപ്പോൾ എടുത്ത 2-3 വെറൈറ്റീസിൻ്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നല്ല പാറ്റേൺ ആണ്. ഇത് മുസൈക്ക് പാറ്റേൺ പോലെ വരുന്നതാണ്. പിന്നെ റെഡ് കയറി വരുന്നതൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് സാൽമണ്ടറിൽ ഡംബോയർ, ഫാൻസി ഡംബോ എന്നാണ് ശരിക്കും പറയാ. നമ്മുടെ സാൽമണ്ടറിനും ആണല്ലേ. വേറെ കളർ ഇറങ്ങി വരുമോ ഇതിനകത്ത്? ഇല്ല, ഇതില് ഓൾമോസ്റ്റ് ഈ കളറിന് ഇറങ്ങാം. പിന്നെ ഡംബോയറിൽ ഫാൻസി കളറിൽ നമുക്കൊരു ബ്ലൂയിഷ് കളറും കൂടി ഉണ്ട് ഓൾമോസ്റ്റ്. അത് വേറെ വെറൈറ്റി ആണല്ലേ. ഡംബോയർ തന്നെ നമ്മള് ഫാൻസി ഡംബോ എന്നുള്ളതിലാണ് OHM സെയിൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫുൾ റെഡ് അല്ലേ? ഇത് ഫുൾ റെഡ് OHM. ബീറ്റാസിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലാണ്. നമ്മൾ ഗപ്പീസിൽ പറയില്ലേ AFR ഏറ്റവും കൂടുതൽ സെയിൽ ആണെന്ന്. അതുപോലെ ബീറ്റാസിൽ റെഡ് കളർ ഭയങ്കരമായിട്ട് സെയിൽ ആവുന്ന ഒരു ഐറ്റമാണ്. നോർമലി ഹോബിയിസ്റ്റുകളൊക്കെ ആര് ചോദിച്ചാലും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റെഡ് ആണ് ചോദിക്കുക. ഇതിന് റോസ് ടൈൽ പോലെ ഉണ്ടല്ലേ? ഒരു റോസ് ടൈൽ ടൈപ്പ് തന്നെ. ഇതിന്റെ അത്യാവശ്യം പേരുണ്ടാവില്ലേ നമുക്ക് കൊടുക്കാൻ? പേരിഷ്ടം പോലെ. ഈ കാണുന്ന സിമൻറ്റ് ടാങ്കിലെല്ലാം ഗപ്പീസാണ്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ചെയ്യണ ഗപ്പീസൊക്കെ ഇതിനകത്തുണ്ട്. നമ്മുടെ ഫുൾ റെഡൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അത് അടുത്തൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ വീടിനടുത്തുള്ള ഈ ഫാം കൂടാതെ ഇവർക്ക് വേറൊരു ഫാമും കൂടി ഉണ്ട് കേട്ടോ. അവിടെയാണ് ഈ ബൾക്ക് നടക്കുന്നത്. ബൾക്ക് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ്. അവിടെ പോയി നമുക്കൊന്ന് കാണാം കേട്ടോ. കിടിലം ഫാമാണത്. അപ്പോൾ ഇതേ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഫാമിൻ്റെ നല്ല പറമ്പിട്ട് നല്ല ഏരിയ ഉള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ ഈ ഷെഡ് അടിച്ചിട്ട് ഇൻഡോറായിട്ടാണ് ഈ ബൾക്കൊക്കെ ചെയ്യണത് കേട്ടോ. ഇതാണ് നമ്മുടെ ബൾക്ക് ചെയ്യണ ഏരിയ. ബൾക്കിൻ്റെ ബ്രീഡിങ് ആയിട്ടുള്ള. അപ്പോൾ ഇതേപോലത്തെ കുറേ ടാങ്ക് ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? ആണല്ലേ. ഈ പുറത്തും പുതിയതൊക്കെ എല്ലാം 4 ഷെഡിലായിട്ടാണ് ചെയ്തതാണ്. ഇതിലിപ്പോ 8 ടാങ്കാണ്. 8 ടാങ്ക്. ഇതിന്റെ സൈസ് എങ്ങനെയാണ് ടാങ്ക്? ഇത് 9 അടി നീളം, 6 അടി വീതി. ഹൈറ്റ് 1.5 അടി. ആണല്ലേ. ഒരു 1.25 അടി നമ്മൾ വെള്ളം നിർത്തണേ. ഇതിൽ വെള്ളം ചെയ്ത് നമ്മൾ റെഗുലർ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റമാണ് ചെയ്യണേ. അതായത് എല്ലാ ദിവസവും വെള്ളം നിറച്ചിട്ട് ഓഫ് ആക്കി കളയും. ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ അടിയിലത്തെ വേസ്റ്റ് സൈഫൺ ചെയ്ത് കളയും. അത് പുറത്ത് കളയും. ഇത് നമ്മൾ ബ്രീഡിങ് ഏരിയ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് നേരെ നടുഭാഗമായിട്ട് തിരിച്ചേക്കുക. നെറ്റ് വെച്ച് തിരിച്ചാണ്. അപ്പൊ നമ്മൾ അപ്പുറത്തെ ഏരിയയിൽ ബ്രൂഡ്സ് കീപ്പ് ചെയ്യാണ്. പാരന്റ് ഫിഷുകൾ അവിടെയാണ് കീപ്പ് ചെയ്യണേ. അതിൽ കീപ്പ് ചെയ്യുമ്പോൾ അതിൽ തന്നെ നമ്മളൊരു ബ്രീഡിംഗ് ബോക്സ് വെച്ചേക്കാണ്. ബ്രീഡിംഗ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷുകൾ ബ്രീഡ് ആവണത് നേരെ ഇപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക് കുറെ കുട്ടികൾ കിടക്കും. ബ്രീഡിംഗ് ബോക്സിന്റെ ഉള്ളിലേക്കും കുറെ കയറും. പിന്നെ അതിൽ നമ്മൾ പാരന്റ്സ് ഫിഷ് വിട്ടാല് കുറച്ച് മറ്റേ ഗപ്പി ഗ്രാസ് ഓൾറെഡി ഇട്ടുണ്ട്. അപ്പൊ കുറച്ച് അതിന്റെ ഉള്ളിലും സർവൈവ് ആവും.
ഒരു 20% വരെ അവര് തിന്നാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള കുട്ടികളെ നമുക്ക് കിട്ടും. ഈ ബ്രീഡിംഗ് ബോക്സിലേക്ക് കണ്ടു കഴിഞ്ഞാൽ റെഗുലർ കുട്ടികളെ എടുത്ത് മാറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. ബ്രീഡിംഗ് ബോക്സിനകത്തും കുട്ടികളുണ്ടാവും, ഈ ഏരിയയിലും ഉണ്ടാവും. ബ്രീഡിംഗ് ബോക്സ് തന്നെ 4 അടി നീളം 2 അടി വീതിയിലാണ് ബ്രീഡിംഗ് ബോക്സ് ഉള്ളത്. അപ്പം ചെയ്യുന്ന നമുക്ക് റെഗുലർ കുട്ടികളെ എടുത്ത് മാറ്റി കഴിഞ്ഞാല് കുറച്ച് അവർ പേരൻസ് തിന്നും. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് പേരൻസ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. നല്ല സൈസ് നല്ല കൂടുതലാണ് ശരിക്കും. അത് നമ്മളിപ്പോ ബ്രൂഡിനെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാം. ചെയ്തേക്കണ ഈ സിസ്റ്റം തന്നെയാണല്ലേ ഈ ഷെഡില് മൊത്തം അങ്ങനെയാണ്. 8 വെറൈറ്റി ആണ് നമ്മളിവിടെ ബൾക്കായിട്ട് ചെയ്യണേ. 8 വെറൈറ്റി നമ്മൾ ഇതുപോലെ ടാങ്ക് നടുവായിട്ട് തിരിച്ചേക്കാണ്. തിരിച്ചിട്ട് ഒരു സൈഡിൽ പേരന്റ് സ്റ്റോക്ക് കീപ്പ് ചെയ്യണ്, ഒരു സൈഡിൽ നമ്മൾ പേരന്റ് സ്റ്റോക്ക് എണ്ണത്തിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ, ഫിഷുകളെല്ലാം നല്ല ആക്റ്റീവ് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. നല്ല സൈസും ആണല്ലേ ഫീമെയിലൊക്കെ ഉണ്ടത്. ശരിക്കും ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യും. നമ്മൾ ഫുൾ ടൈം ബ്രീഡിംഗ് ബോക്സിൽ കീപ്പ് ചെയ്യുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഹെൽത്ത് പെട്ടെന്ന് ഇതായിട്ട് പോകും, ഡെഡായി പോകുന്ന ചാൻസ് കൂടുതലാണല്ലേ. ഇതാകുമ്പോൾ അവർ ഫുൾ ഇതിനകത്ത് നിറയെ കുട്ടികളുണ്ട്. ആ സൈഡിലും ഇതിലിപ്പോൾ നമുക്ക് കുട്ടികളും ചില എല്ലാ ദിവസവും നമ്മൾ കുട്ടികളെ എടുക്കണതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ ബ്രീഡിംഗ് ബോക്സിന്റെ ഉള്ളിൽ തന്നെ കുട്ടികളെ ഇപ്പോൾ ജസ്റ്റ് വെറുതെ ഇതുപോലെ തന്നെ ഈ ബ്രീഡിംഗ് ബോക്സിൽ കിട്ടും. അതിനൊക്കെ കൂടുതൽ അപ്പുറത്തേലും നല്ലോണം ഉണ്ടായിരിക്കും കുട്ടികൾ. ഇപ്പൊ ഇത് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണല്ലേ, ബൾക്ക് ചെയ്യുന്ന ടീമിനൊക്കെ ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ്. നോക്കിയെടുത്തോളം ഇതാണ് ഒരു നല്ല സിസ്റ്റം. ഒരു 10% എന്തായാലും പേരൻസ് തിന്നുണ്ടാവും. പക്ഷെ അത് നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചു കഴിഞ്ഞാല് പേരൻസും ഹെൽത്തി ആയിട്ടിരിക്കും. നമുക്കൊരു നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. അവര് നല്ല ആക്റ്റീവ് ആയിരിക്കും. ഇത് ഫുഡ് ഇവിടെയാണല്ലോ. നമ്മൾ ഫുഡ് കൊടുക്കുന്നതെല്ലാം ഒരു ട്രേ വെച്ചിട്ട് അതിലെ കൊടുക്കുക. അപ്പൊ വേസ്റ്റ് അധികം അടിയിലത്തേക്ക് ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അതെല്ലാ ടാങ്കിലും നമ്മൾ ട്രേ വെച്ചിട്ടുണ്ട്. എണ്ണം കൂടുതൽ വലിയ ട്രേ വയ്ക്കും, എണ്ണം കുറവുള്ള ചെറിയ ട്രേ. നമുക്ക് ബൾക്ക് ചെയ്യണതിൽ ഏതൊക്കെ വെറൈറ്റീസ് ഉള്ളത്? നമുക്കിവിടെ ചെയ്യണത് HP ബാസിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഉള്ളത് HB ബ്ലൂ ഉണ്ട്, പ്ലാറ്റിനം നട്ട് ഉണ്ട്. ഇത് നമ്മൾ പ്ലാറ്റിനം നട്ട് ബൾക്ക് ചെയ്യണതിലത്തെ ബ്രൂഡുകളിലാണിത്. ഇതാണല്ലേ ക്വാളിറ്റി. ഈ ഒരു ഇയർ നമുക്ക് കിട്ടും. പ്ലാറ്റിനം നട്ടിൽ 3-4 വെറൈറ്റി ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് നമ്മൾ ബൾക്ക് ചെയ്യണ ഒരു ഐറ്റം ആണത്. ഇതാണല്ലേ ബൾക്ക്. പണ്ടത്തെ ആ ഒരു മീഡിയം സൈസ് ബോഡി നല്ല ഇയർ വരുന്ന പ്ലാറ്റിനം കളർ. പിന്നെ നമ്മളിൽ ഹാഫ് മൂൺ ഉണ്ട്, പ്ലാറ്റിനം നട്ടില് ആൽബിനോ ഉണ്ട്. പ്ലാറ്റിനം നട്ടിൽ 3-5 വെറൈറ്റി ഉണ്ട് നമ്മുടെ അടുത്ത്. ഈ ഒരു ഐറ്റം ആണ് നമ്മൾ ബൾക്ക് ചെയ്യണത്. ബൾക്ക് കഴിക്കുന്നവർക്ക് ഇത് കിട്ടും അല്ലേ. അപ്പൊ ഇതിന്റെ പ്രൈസ് ഒക്കെ നമ്മൾ എടുക്കണ അനുസരിച്ച് എടുക്കണ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പൊ 1 പേര് വേണമെങ്കിലും കൊടുക്കും, 10 പേര് വേണമെങ്കിലും കൊടുക്കും, 100 പേര് വേണമെങ്കിലും കൊടുക്കും. അത്ര സാധനം നമുക്കുണ്ട്. ഇത്ര ടാങ്കുള്ള ഓൾമോസ്റ്റ് എല്ലാ ബ്രീഡിലും നമ്മുടെ എപ്പോഴും 1000 പീസ് സെയിൽ ഉണ്ടാവാറുണ്ട്. ഈ കൊറിയർ എങ്ങനെയാണ്? കൊറിയർ നമുക്ക് ഹോൾസെയിൽ എടുക്കുമ്പോൾ നമുക്ക് ഇത് കേരളത്തിന് പുറത്താണെങ്കിൽ ട്രെയിനിലാണ് വിടുക, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ട്രാൻസ്പോർട്ടിങ് വണ്ടിയിലാണ് ഹോൾസെയിൽ വിടല്. റീറ്റെയിൽ ആകുമ്പോൾ നമ്മള് കൊറിയർ അയക്കും. പ്രൊഫഷണൽ കൊറിയർ ഉണ്ട്. ഇത് നമ്മുടെ ചില്ലി മൊസൈക്ക് ആണ്. ചില്ലി മൊസൈക്കിന്റെ അല്ലേ. ഇതും പ്ലാറ്റിനം കയറണല്ലേ, നല്ല ബോഡിയിൽ. നല്ല ഇയറും ഉണ്ടല്ലേ. നല്ല ഇയർ വരും. ഇത് ശരിക്കും ബൾക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ക്വാളിറ്റി ബ്രീഡിങ് ചെയ്യണ ആ ഒരു ക്വാളിറ്റി തന്നെ പേരൻസ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ആണല്ലേ. സാധാരണ ബൾക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്വാളിറ്റി കുറയാറുണ്ടെന്ന് എല്ലാവരും പറയണത്. അങ്ങനത്തെ കുഴപ്പമില്ല. നമ്മളെപ്പോഴും ഒരു ബ്രൂഡ് തന്നെ ഒരു 100 പേരോളം ബ്രൂഡ് കീപ്പ് ചെയ്യണല്ലേ. ഇവിടെ അടക്കണ എല്ലാം തന്നെ ഒരു 100 ഉണ്ടാവല്ലേ. എപ്പോഴും ഒരു 100 ഫീമെയിലെങ്കിൽ ഒരു 50 മെയിലായിട്ട് ഇടും. നമുക്ക് ഈ സൈസിൽ എന്താണ് ഈ ഷോപ്പിലേക്ക് എടുക്കണമെങ്കിൽ ഈ സൈസിൽ സാധനം സെയിലിന് കിട്ടും അല്ലേ. അപ്പോൾ എല്ലാം ഈ ബൾക്ക് ചെയ്യണ സാധനം ഷോപ്പുകാരെ മാത്രം ഉദ്ദേശിച്ചാണ്. അതായത് നമ്മൾ അക്വറിയത്തിൽ ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഫിഷസ് സെലക്ട് ചെയ്ത് എപ്പോഴും ചെയ്യാൻ നമുക്ക് കാണാൻ ഭംഗിയുള്ള ഐറ്റംസ് ആണ് ചെയ്യാൻ. ഇയറും ടൈലും എല്ലാം. അവർക്ക് കളറ് ആണ് മെയിൻ. കളർ സൈസ് ആണ് ഹോൾസെയിൽ നമ്മൾ കസ്റ്റമേഴ്സ് കൂടുതൽ ചോദിക്കണത്. ബാക്കി ഇപ്പൊ പ്രിന്റ് ഒന്നും ഒരു വലിയ കഥയായിട്ട് ചോദിക്കണില്ലേ. പിന്നെ ടൈലും HP ബ്ലൂ, ബ്ലാക്ക് പ്രിന്റ് ഒക്കെ ഉണ്ട്. കറക്റ്റ് നമുക്ക് പ്രിന്റ് നല്ല രസമായിട്ട് ആ പ്രിന്റ് ഇതായിട്ട് കിട്ടും. ഇയറും എല്ലാം പ്ലാറ്റിനോ കയറിയിട്ടുള്ള. നമ്മുടെ മെറ്റൽ റെഡിന്റെ റോസ്റ്റൈല് ഹോൾസെയിലിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അത് ഇങ്ങനെ വിടണോണ്ടുള്ള ഗുണം ഫിഷുകളിൽ കാണാം കറക്റ്റായിട്ട്. അതിന് നല്ല സൈസിൽ തന്നെ ഫീൽ ചെയ്യും.
എല്ലാത്തിൻ്റെയും വയറൊക്കെ കണ്ടോ? ഫീമെയിൽസിൻ്റെ അല്ലേ? ഓ, എല്ലാത്തിനും നല്ല കൗണ്ടിലും കിട്ടും. ഫീമെയിലിന് നല്ല കുട്ടികളും കിട്ടും അല്ലേ? കുട്ടികളുടെ എണ്ണം കിട്ടും. ഈ ഫീമെയിലൊക്കെ നിന്ന് ബ്രീഡാവുള്ളത് നല്ല വയറായിട്ടുണ്ടല്ലേ? നല്ല ബൾജ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത് ഒരു ദിവസം തന്നെ 5-6 ഫീമെയിൽ ബ്രീഡാവുണ്ടാവും അല്ലേ? അത് എന്തായാലും കുട്ടികൾ ഇപ്പുറത്തേക്ക് നമുക്ക് എല്ലാ ദിവസവും കുട്ടികളെ ഇങ്ങനെ കളക്ട് ചെയ്യാനുള്ളൂ. ഈ മെയിൽസ് എത്രണ്ണം ഫീമെയിൽ എത്രണ്ണം അങ്ങനെ ഉണ്ടോ? ഫീമെയിലിന്റെ എണ്ണത്തിന്റെ പകുതി മെയിൽ ഇടും നമ്മൾ. 100 ഫീമെയിൽ ഇടാൻ 50 മെയിൽ ആയിക്കോട്ടെ. അത് ട്രയോ അനുസരിച്ച് കിട്ടുന്ന എന്തൊക്കെ എണ്ണം മെയിൽ ഭയങ്കരമായിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിറ്റി. അടുത്ത ഇത് അത് റേറ്റ് പർപ്പിൾ ഡ്രാഗന്റെ ബ്രൂഡ് സ്റ്റോക്ക് ആണിത്. ഇത് പർപ്പിൾ ബെറിനേക്കാളും ഒന്നും കൂടി നല്ല ഇയറും ഇതൊക്കെ ഉണ്ടല്ലേ ബോഡിയിൽ. ശരിക്കും ഗ്ലാസ് ടാങ്കിൽ ഇടുമ്പോ ഓൾമോസ്റ്റ് ഒരു ഹാഫ് മൂൺ ടൈൽ പോലെ നിൽക്കുക. ഇതിന്റെ ടൈൽ അല്ലേ? നമുക്ക് റിബണും ഉണ്ട്, നോൺ റിബണും ഉണ്ട്. നോൺ റിബൺ നമ്മൾ ഹോൾസെയിലാണ് ചെയ്യണേ. റിബൺ റീറ്റെയിലായിട്ട് പ്രീമിയം ആയിട്ട് ചെയ്യണം. നല്ല ഇയർ, നല്ല ഡോർസല്, പ്രിന്റ് പോലെ നല്ല രസമായിട്ട് തന്നെ എപ്പോഴും കിട്ടുന്നത്. ഫീമെയിൽസിനും ഇയർ വരുന്ന ഫീമെയിൽ നല്ല ഇയർ വരും. ഇത് ഫീമെയിൽ ആണല്ലേ? ഫീമെയിലിന് ഇയർ ഉണ്ട്. അതുപോലെ തന്നെ റിബണിലും ഫീമെയിലും നല്ല ഇയർ ഉണ്ട്. റിബണിലും ഭയങ്കരമായിട്ട് ഇയറും വരും. നല്ല രസമാണ്. നമുക്ക് മറ്റേ ഫാമിൽ നമ്മൾ റിബൺ എടുക്കുമ്പോൾ നമുക്ക് കാണിക്കാത്. ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ ചെയ്യണമെന്ന് ഓർക്കണോട്ടാ. ഹോൾസെയിൽ ചെയ്യണതിന്റെ ക്വാളിറ്റിയാണ് ഈ മെയിലിന്റെ ഒക്കെ ഇയർ കണ്ട. ഹോൾസെയിൽ ചെയ്യണതിന്റെ ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പം ഇതേതാ വെറൈറ്റി? ജപ്പാൻ ബ്ലൂവിന്റെ അല്ലേ? എൻ്റെ ഫീമെയിൽസിന്റെ സൈസ് നോക്കിയ ടൈലിന്റെ ഇതൊക്കെ നമുക്ക് ഗ്ലാസ് ടാങ്കിൽ ഇട്ടൊന്നുകൂടി കാണിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ എടുക്കണല്ലോ കേട്ടോ. ഇതിപ്പോൾ നമ്മളെ എടുത്താൽ തീരെയല്ല, ഇന്ന് തീരത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണേട്ടാ. മെയിലിനെ നോക്കാം. ഇതാണല്ലേ മെയില്. ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതിനെ തന്നെ നമുക്ക് പ്രീമിയം ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കീപ്പ് ചെയ്യണത് അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിലാണ് കീപ്പ് ചെയ്യണത് കറക്റ്റ്. പിന്നെ ഇവിടത്തെ ഈ ഫാമിലി ചെയ്യുന്ന നമ്മൾ വോളിയത്തിൽ ചെയ്യുന്നത് മാത്രം. എണ്ണ ഉണ്ട് നല്ലോണം, നല്ല ബോഡി തിക്നെസ് ഉണ്ട്. എനിക്കെന്താ ഫുഡ് നമ്മള് ഗപ്പിക്ക് മൊയിനെ കൊടുക്കൽ കുറവ്. ആർട്ടിമിയാണ് കൂടുതൽ കൊടുക്കുക. നമുക്ക് മൊയിനെ നല്ലോണം ചെയ്യുന്നുണ്ട്. പക്ഷെ ബീറ്റാസ് നമ്മൾ ചെയ്യണ കാരണം ബീറ്റാസിനാണ് കൂടുതൽ മൊയിനെ കയറുക. മോയിനുള്ള ടാങ്കൊക്കെ ഉണ്ടാവും. നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാടാ. അതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ആ ടാങ്കൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയാൻ പറ്റും. മോയിന് നമ്മൾ ഏകദേശം ഒരു ടാങ്ക് തന്നെ 20,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടൈപ്പാണ് ചെയ്തേക്കണം. അതിനുള്ള ഗുണം ഞാൻ നോക്കിയാൽ പണ്ട് ഞാൻ കുറെ ചെറിയ ഡബ്ബുകളിൽ ചെയ്തിരുന്നു. ഇപ്പോഴും ചെയ്യേണ്ടത് മറ്റേ ഫാമിലി ഉണ്ട് നമുക്ക് അവിടെയാണല്ലേ. അതൊക്കെ നമുക്കൊരു വീഡിയോയിൽ കാണിക്കാം. അടുത്ത ബൾക്കാണത് നമ്മൾ ഫുഡ് ബ്ലാക്ക് അല്ലേ? ഫുഡ് ബ്ലാക്കിന്റെ സൈസ് നിങ്ങൾ കണ്ടോ? ഈ ഒരു സൈസിലേക്കാണ് ഫിഷ് വരുന്നത്. നല്ല ഡോർസലും ഉണ്ട്, ടൈലും നല്ല ടൈലാടാ. ഇതൊക്കെ എല്ലാം ഉണ്ടാവില്ലേ നമുക്ക് ഷോപ്പിലേക്ക്? ബ്ലാക്ക് ഒക്കെ വേണമെങ്കിൽ ഒരു 1,000-1,500 പീസ് ഇപ്പോൾ പ്രസന്റ്ലി സ്റ്റോക്ക് ഉണ്ട്. കുട്ടികളാണ് ശരിക്കും. ഇത് ഒരു ദിവസം കിട്ടണതാണ്. ഈ ബ്രീഡിംഗ് ബോക്സിലും കിട്ടുന്നൊക്കെ പുറത്തും കിട്ടും. ബ്രീഡിംഗ് ബോക്സിൽ തന്നെ ഇത്ര ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെയും ബ്രീഡിംഗ് ബോക്സിൽ നോക്കിയേ. ഇതിപ്പോ ഒരു ദിവസം കോരമ്പള്ള കിട്ടണ ഒരു ദിവസം ഏകദേശം ഒരു ടാങ്കിൽ നിന്ന് എന്തായാലും ഒരു 100 കുട്ടി കിട്ടും. എങ്ങനെയായാലും ഒരു 3-4 ഫീമെയിൽ ഒരു ദിവസം ബ്രീഡ് ആവില്ല. 25 എണ്ണം വെച്ചിട്ട് നമുക്ക് കിട്ടിയാലും 100 കുട്ടി കിട്ടും. ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലേ? ഇതിലൊക്കെ നിറച്ചിട്ടുണ്ടാവും. അപ്പുറത്തെ കുഞ്ഞുങ്ങളുണ്ട് നിറച്ച ഈ ചെടിയുടെ ഇടയിൽ എല്ലാത്തിലും ഉണ്ടാവും. ഈ ഒരു ഏരിയയിലുണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഉണ്ടാവും. ലക്ഷക്കണക്കിന് ഫിഷുകൾ ഈ ഫാമിലി എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലേ? നമുക്കിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇല്ലെന്ന് ഇല്ലെന്ന് പറയത്തില്ല എന്തായാലും. ഞാൻ അടുത്ത ഒരു പോർഷനാണ് ഇത്. ഇവിടെ കുട്ടികളാണല്ലേ? കുട്ടികളും കഴിഞ്ഞാലേ ഓരോ
ആഴ്ചയിൽ വരുന്ന കുട്ടികൾ മാക്സിമം ഒരു 10 ദിവസം വരെയുള്ള ഡ്യൂറേഷനിൽ ആ കുട്ടികളെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ടാങ്കിൽ നമ്മൾ ഒരു 10 ദിവസം വരെയുള്ള കുട്ടികളെ ഇടുള്ളൂ. ഇതിനകത്ത് അതിലും കൂടുതൽ ഏജ് കഴിഞ്ഞാൽ ഡിഫറെന്റ് ഏജ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു 10 ദിവസത്തെ ഇതിൽ വ്യത്യാസമുള്ള കുട്ടികളെ വാട്ടർ ചേഞ്ച് ഓഫ് ഫ്ലോ ഒക്കെ എല്ലാ ടാങ്കും സെയിം തന്നെ. മോട്ടർ ഓഫ് ഫ്ലോ ആക്കി കളയാന്നുള്ളത്. പിന്നെ എയറേഷനും വല്ലതിനും കൊടുക്കണം. അത് എല്ലാ ടാങ്കിലും എയറേഷൻ ഉണ്ട്, സ്പോഞ്ച് ഫിൽട്രേഷൻ ഉണ്ട്. കൂടാതെ പ്ലാന്റ്സും ഉണ്ട്. പ്ലാന്റ്സ് ഇടുമ്പോൾ നമുക്ക് ഗുണം വെച്ച് കഴിഞ്ഞാൽ അമോണിയ നന്നായിട്ട് കുറയും. അമോണിയ കണ്ടന്റ് കുറഞ്ഞു കിട്ടും അല്ലേ. ഇത് ആർട്ടീമിയ നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചാൽ അതെ. ആർട്ടീമിയ ജസ്റ്റ് ഇപ്പം നമുക്ക് ആ വീഡിയോയിലൊന്ന് എടുക്കുമ്പോൾ കാണിക്കാൻ വേണ്ടിയത്. കുട്ടികൾക്ക് ആർട്ടീമിയ തന്നെ കൊടുക്കണം. ആർട്ടീമിയ 2 നേരം കൊടുക്കും നമ്മൾ, എല്ലാ ഫിഷിനും ആർട്ടീമിയ കൊടുക്കും. 10 ദിവസം കൊണ്ട് ഒരു 1000 കുട്ടികളൊക്കെ ഒരു ടാങ്കിൽ കയറുമോ? ഡിപ്പെൻസ് ആണ്, ഒരുവിധം വരാറുണ്ട്. ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. ഇതേപോലെ തന്നെ എത്ര ടാങ്ക് ഇനി അടുത്തൊക്കെ ഇത്തിരി കൂടി ഗ്രോത്ത് ഉള്ള കുട്ടികൾ അപ്പുറത്തുണ്ടല്ലേ? ഇതില്ലേ അല്ലേ? 2 ടാങ്കിന്റെ കണ്ടിന് ഇവിടെ കുറച്ചും കൂടി വലിയ ഫിഷ് കിടക്കണം കേട്ടാ. അപ്പൊ ഇതിന്റെ വിശേഷം കൂടി നോക്കാം നമുക്ക്. കുറച്ചും കൂടി വലിപ്പമായതല്ലേ കുട്ടികളെ നമുക്ക് ഒരു കോരല് കിട്ടിയതുണ്ട്. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും, എല്ലാം ഒരേ സൈസ് ആയിട്ടുണ്ട് അതെ. ഒരേ സൈസിലുള്ള ഒരേ അപ്രോക്സിമേറ്റ്ലി ഒരേ ഏജിലാണ്. വളരെ കുറച്ചെണ്ണം മാത്രം ഷൂട്ടേഴ്സ് ആയിട്ട് കയറി വന്നേക്കണം അല്ലേ. ഇതില് പർപ്പിൾ ഡ്രാഗൺ ആണ് നമുക്കുള്ളത്. എല്ലാ ടാങ്കിലും വേറെ വേറെ വെറൈറ്റീസ് ആണല്ലേ. അടുത്തത് പ്ലാറ്റിനം റെഡ് അല്ലേ. ഇത് നമുക്ക് പ്ലാറ്റിനം റെഡ് കളർ കയറി തുടങ്ങിയിട്ടുള്ളൂ. അതെ പ്ലാറ്റിനം റെഡിന്റെ ഒരു ഷൂട്ടർ ഇവിടെ കിടക്കുന്നുണ്ടാ. ഇതേപോലെ കിടക്കുന്നുണ്ട്. പരമാവധി ഒരു ഫിഷ് ഇറക്കിയിട്ടെങ്കിൽ ആ ഫിഷ് തന്നെ നമ്മൾ ഇറക്കുള്ളൂ. ഇൻ കേസ് നമ്മൾ എന്തായാലും വറ്റിച്ചൊരു ദിവസം ഇടും, എന്നിട്ടാണ് പുതിയതിനെ ഇറക്കണം അല്ലേ. അപ്പൊ അടുത്ത ബാച്ച് കുഞ്ഞുങ്ങൾ അവരുടെ തന്നെ ആയിരിക്കും. പ്ലാറ്റിനം ഇറക്കണ ടാങ്കിൽ പ്ലാറ്റിനം തന്നെ ആയിരിക്കും. അപ്പൊ മിക്സ് ചെയ്തെങ്കിൽ അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലല്ലേ. അടുത്തത് അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് സെയിലിനുള്ള സൈസ്. ഇതാണോ? ഇതിനേക്കാൾ ഇത്തിരി വലിപ്പമുള്ള ഉണ്ടാവും ഉണ്ടല്ലേ. അപ്പൊ ഒരു ഇയർ തന്നെ കണ്ടില്ലേ. ഇതാണ്ടാ, ഇത് സെയിലിനുള്ളതല്ല, അതിന്റെ അടുത്ത ബാച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ സൈസാണ് ഏകദേശം സെയിലിന്. ഇതിലിപ്പോ ഷൂട്ടേഴ്സ് ഇങ്ങനെ കയറി വരുന്നതാണ്. ഈ സൈസിൽ ഷൂട്ടേഴ്സിനെ കിട്ടും. ഇതിപ്പോ ജസ്റ്റ് കോരുമ്പോ ഉണ്ട് ഒരു 10-100-150 ഉണ്ടാവും. ഒറ്റ കോരല് ഇടിയാണ്. ഇവിടെയൊക്കെ ഓടി കണക്ക് ആ കെപ്പി ഗ്ലാസിന്റെ ഉള്ളിലേക്ക് നിറച്ച് ഫിഷാണ് അല്ലേ. അടുത്തത് ഏത് വെറൈറ്റി? ഇത് പാസ്ലിന്റെ. ഇതും ഹോൾസെയിലിന്റെ. ഈ ഏരിയയിൽ മൊത്തം ഹോൾസെയിൽ. ഇത് എണ്ണ കണ്ടില്ലേ. ഇതൊക്കെ സൈസിനായി സെയിലിനായി തുടങ്ങി. എല്ലാം നല്ല ആക്റ്റീവാണ്. നോക്കിയ സെയിലിനായി തുടങ്ങിയവരൊക്കെ. ഈ ടാങ്ക് ഒരു നീലമായ അല്ല, പർപ്പിൾ ഡ്രാഗൺ ആണല്ലോ. ഫുള്ള് നീല കളറായിട്ട് ഇരിക്കണ. വീഡിയോയിൽ കാണണമെന്നറിയില്ല, കറക്റ്റ് ഫുള്ള് നീലയാണ്. സെയിൽ സൈസ് ആയി തുടങ്ങി. സെയിൽ സൈസ് അല്ല ഇത്. എല്ലാം നല്ല പർപ്പിൾ കളറാണ്ട. ഇയറും അതേപോലെ പർപ്പിൾ കളറാണ്. ഓക്കെ, ഇത് എല്ലാ ടാങ്കും നമ്മ കാണിക്കണില്ലേട്ടാ. നിങ്ങൾ ആ ടാങ്കൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ ഇങ്ങനെ തിളക്കണ പോലെ വന്നല്ലേ വെള്ളം. അതൊക്കെ എല്ലാം ഫിഷാണ്. അതൊക്കെ നിറയെ ഫിഷാണ്. അവിടെ ഒന്ന് പോയി കറങ്ങി വന്നോട്ടെ. ഇത് കണ്ട, ഇത് ഇങ്ങനെ കറങ്ങി വന്നാലേ നമുക്ക് അടുത്ത ടാങ്കിലേക്ക് എത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം. ഇതിലുണ്ടല്ലേ ഫുൾ ബ്ലാക്കിൽ കുട്ടികൾ ഇട്ടിട്ടുള്ളതാണ്. സൈസായി വരുന്നുള്ളൂ. സോർട്ട് ചെയ്യാണ്ട് കുറച്ച് എണ്ണം കുറയ്ക്കണം. ഭയങ്കര എണ്ണം കൂടിപ്പോയി. ഇപ്പൊ എണ്ണം നല്ല രീതിയിലുണ്ടല്ലേ എല്ലായിടത്തും തന്നെ. പക്ഷെ എല്ലാം ആക്റ്റീവ് ആണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിയേ.
നമ്മൾ വെറുതെ ചെടിയുടെ ഇടയിൽ നിന്ന് കോരിയെടുത്തത് അത്. നോക്കിയേ, സാധാരണ നമ്മൾ ടാങ്കിലൊക്കെ ചെയ്യുമ്പോൾ ഫിഷ് എണ്ണം കൂടി കഴിഞ്ഞാൽ ആക്റ്റീവ് ഇങ്ങനെ സ്ലോ ആകാറുണ്ട് ഫിഷ്. ഇവര് നോക്കിയാൽ നല്ല ആക്റ്റീവ് വേണ്ട. ഇവർക്ക് ഈ ടാങ്കിന്റെ ഈ വലിപ്പം കൊണ്ടാണ് ഈ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. ടാങ്ക് വലിപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വാട്ടർ ചേഞ്ചിന്റെ ഇതും കൂടെ ഉണ്ടല്ലേ. പിന്നെ അത്യാവശ്യം പ്ലാന്റും ഉണ്ട്. ഈ അമോണിയ കണ്ടന്റ് അമോണിയ ഉണ്ടാവില്ലേ പ്ലാന്റ് ഉള്ളതുകൊണ്ട്. പ്ലാന്റിനുള്ള ഗുണം തന്നെ. സാധാരണ ഇന്നത്തെ കാലത്ത് കുറെ ആൾക്കാർ പ്ലാന്റ് സപ്പോർട്ട് ചെയ്യാത്തവരാണ്. പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ പ്ലാന്റ് ഉള്ളത് നല്ലതാണ്. പിന്നെ ഓരോ സ്ഥലത്തെ വെള്ളത്തിനും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറും. അതാണ് ചിലര് പ്ലാന്റ് വേണ്ട എന്നുള്ള രീതി തന്നെ പറയണത്. ഡിഫറൻസ് ആണ്. നമ്മുടെ വെള്ളത്തിൽ എന്താണോ സ്യൂട്ട് ആവണേന്ന് ആദ്യം നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരാൾ ചെയ്യണ കണ്ടിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോ ഈ പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോ തണുപ്പടിച്ച് ഫിഷ് ഡെഡ് ആകാൻ ചാൻസ് ഉണ്ടല്ലേ. നമ്മ തന്നെ കണ്ട് ചെയ്ത് അതിന്റെ ഇതറിയാം. ചില്ലി മൊസൈക്ക് ചില്ലി മൊസൈക്ക് കേട്ടോ. ശരി. ഇത് കൊടുക്കാനുള്ള സൈസാണ് ചില്ലി മൊസൈക്കിൽ. ചില്ലി മൊസൈക്ക് കേട്ടാ. ഓ, പ്ലാറ്റിനം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരുവിധം ടാങ്കിലൊക്കെ സൺലൈറ്റ് അടിക്കുന്ന ടാങ്കുകളാണ്. ചെറിയ സൈസിൽ തന്നെ ഇയർ വരുന്നുണ്ട്. ഇത് ഷോർട്ട് ബോഡി അല്ലല്ലേ? അത്യാവശ്യം ബിഗ് ബോഡി വന്ന സൈസ് ആണ്. ചെറിയ സൈസിൽ നല്ല ഇയർ വന്നിട്ടുണ്ട്. നല്ല സൈസിൽ. ഓക്കെ, ഇതിനകത്ത് നിറച്ച് ഓടി നടക്കണ്ട. പ്ലാറ്റിനം കളർ കയറിയിട്ടാണ് ഈ തിളങ്ങണത്. ഈ ഇലയുടെ ഇടയിലൊക്കെ തിളങ്ങി നടക്കണത് പ്ലാറ്റിനം ഉണ്ട് ഇതിന്റെ. പ്ലാറ്റിനം എല്ലാത്തിനും കയറും. നല്ല പ്രിന്റ്, ഓൾമോസ്റ്റ് എല്ലാത്തിനും നല്ല പ്രിന്റ് തന്നെ കിട്ടും. ഇയർ ഇത്ര ചെറിയ സൈസിൽ തന്നെ ഇയർ ഇത്രയും കയറി വരുന്നത്. നമുക്കിപ്പോ ഷോപ്പിലൊക്കെ ഈ സൈസ് ഓക്കെയാണ്. നേരെ കൊണ്ട് സൈസ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് കൂടുതൽ സെയിൽ ചെയ്യാറ്. നമ്മൾ സെയിൽ ചെയ്യാനുള്ള സൈസ് ആകുമ്പോൾ ഒരു ടാങ്ക് മൊത്തമായിട്ട് പിടിച്ച് പറ്റിക്കും. ഈ ടാങ്ക് മൊത്തം പറ്റിച്ചിട്ട് എന്നിട്ട് നമ്മള് അവിടെ മറ്റേ ഫ്രിഡ്ജ് ബോക്സുകൾ ഉണ്ട് സെയിലിനായിട്ട് വേണ്ടി ഒന്ന് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു 100 വെച്ചിട്ട് ഓരോ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ആയിട്ട് മാറ്റും. അപ്പൊ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ 100 വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്. ഇവിടെ നേരെ കണ്ടീഷൻ ചെയ്തിട്ടാണ് സെയിൽ ചെയ്യണം അല്ലേ? ഒരാഴ്ച അതിൽ ഇട്ടിട്ട് കറക്റ്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ സെയിൽ കയറ്റി വിടുക. ബ്ലാക്ക് ആണ് ഇതിപ്പോ സെയിലിനായിട്ടുള്ള ബ്ലാക്ക് തന്നെയാണല്ലേ? സൈസ് സെയിലിംഗ് സൈസ് ആണല്ലേ? ഓക്കെ, നല്ല സൈസാണ്. ഫീമെയിലൊക്കെ എല്ലാം ഇടാൻ നിൽക്കുന്ന ഒരു സൈസ് ആയിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ നമുക്ക് പുറത്തേക്ക് വിടുമ്പോ ഒരു കറക്റ്റ് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ്ടാ ഈ ടാങ്ക് ഇച്ചിരി വലിയ ടാങ്കാണ്. വലിയ ഷെഡാണ്. 3000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുണ്ട്. ആണല്ലേ? ഈ ടാങ്കാണ് നമ്മ വന്ന് ഷോർട്സ് ആയിട്ട് ചെയ്തപ്പോ എടുത്തേട്ടാ. അപ്പൊ എല്ലാരും ചോദിച്ചു ഈ ഫാം ഏതാണെന്നൊക്കെ. അപ്പൊ നേരെ നമ്മ ഫാമിന്റെ വീഡിയോ എടുക്കേണ്ടി വന്നേക്കാണ്. ഇതെല്ലാം കൂടി എത്ര ഫിഷ് ഉണ്ടാവും ചേട്ടാ? ഞാൻ ഷോർട്സിൽ ചെയ്ത് 1 ലക്ഷം എന്നാണ് പറഞ്ഞത്. 1 ലക്ഷത്തിൽ മേലെ ഉണ്ടാവും. അത് നോക്കി എത്ര ടാങ്ക് ഉണ്ടെന്ന് നോക്കിയത്. മൊത്തം എത്ര ടാങ്ക് ഉണ്ടാവും ഈ സൈസിൽ? 30 ടാങ്ക് ഉണ്ട്. ഈ ഷെഡിൽ തന്നെയാണ് ഞാൻ പറഞ്ഞേട്ടാ. അതില് ബീറ്റേഴ്സും ഉണ്ട്, ഗപ്പീസും ഉണ്ട്. ഇവിടെ ഇവന്നെല്ലാം ബീറ്റേഴ്സ് ഉണ്ടാ, ഫീമെയിൽസ് ആണ്. ഇതൊക്കെ സെയിലിനായിട്ടുള്ള സൈസ് അല്ലേ? നേരത്തെ പറഞ്ഞ് അവിടെ നിന്ന് ബൾക്കായിട്ടുള്ള ബീറ്റാസ് സെയിൽ ചെയ്യാനുള്ള വേറെ സെക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഫീമെയിലാണ് ഈ കാണുന്നത്. കളർ നോക്കി നിങ്ങൾ നെറ്റിനകത്തും ഒക്കെ കിടക്കണത് ഫീമെയിലാണ്ടാ. അടുത്തത് പ്ലാറ്റിനം റെഡാ, ചില്ലി മൊസൈക്ക്.
ചില്ലി മൂസയ്ക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ധൈര്യത്തോടെ ചോദിക്കാം. ചോദിച്ചു വരുന്നവർക്ക് സാധനം കൊടുക്കാനില്ല ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സാധാരണ നമ്മൾ വീഡിയോ ഇടുമ്പോഴേ എല്ലാവരും പറയണത് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഫിഷ് അവിടെ ഇല്ലെന്നുള്ള രീതിയിലാണ് പറയണത്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ലെന്ന് വിചാരിക്കും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് നോക്കിയാൽ ഫിഷാണ്ടല്ല ഈ ഓടി കിടക്കണത്. ഇത്ര ഉണ്ടായിട്ടും അതിങ്ങെല്ലാം ഇങ്ങനെ ഓർഡർ നോക്കി നല്ല ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നുണ്ട്. ഫിഷൊക്കെ ആക്റ്റീവാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷുകളാണ്. അടുത്തത് ബീറ്റ. ബെറ്റാസിന്റെ തന്നെ ഈ ഷോപ്പുകളിലേക്കൊക്കെ നമുക്ക് ജംബോ സൈസ് വേണമെന്ന് പറയുന്നത് ആ ആ കുറച്ച് സൈസ് കൂടുതലുള്ള ഐറ്റംസ്. ആ നല്ല ഫീമെയിൽസ് ആണെങ്കിലും നല്ല സൈസ് ഉള്ള ഫീമെയിൽ അല്ലേ. മാസ്റ്റർ അത്യാവശ്യം ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി. ഇത് ചിലതൊക്കെ ഇങ്ങനെ കളർ കയറി വരുന്നുള്ളൂ. ജസ്റ്റ് നോക്കി അറിയാം. ഞാൻ വീഡിയോയിൽ പറഞ്ഞ തുടക്കം തന്നെ ഈ നേരത്ത് ഇന്ന് തീരത്തില്ലെന്ന്. ഈ മൊത്തം വിഷയത്തിന് ടാങ്ക് മൊത്തം നോക്കിയേ. ഇവിടെയും ബിറ്റ് ഫീമെയിലാണ് കേട്ടോ. ഇതൊക്കെ കൊണ്ടുപോയാൽ നേരെ തന്നെ ഫീമെയിലിനെ ബ്രീഡിങ്ങിന് അത്രേ ഉള്ളൂ. ഇതിപ്പോ ഈ കാൻഡിയുടെ ഒക്കെ അത്യാവശ്യം നല്ല ഫീമെയിൽസ് ആണല്ലോ. ഒക്കെ എഗ് ലോഡഡ് ആണ്. ഇനി ഫെർട്ടൈലാക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. നേരെ ബ്രീഡിങ് നടക്കും. ഓടി നടക്കണ എല്ലാം വിഷയണ്ട. പ്ലാറ്റിനം റെഡിന്റെ ടാങ്ക് ഉണ്ട് ഇവിടെ. ആ ഇത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ പ്ലാറ്റിനം റെഡ് ഒരു കോരി ഉണ്ടല്ലോ. ഈ പ്ലാറ്റിനം റെഡിനൊന്ന് കോരി കാണിച്ചു കേട്ടാ. ഒരു ടാങ്കിൻ്റെ ഒരു ചെറിയൊരു മൂലയാണ് ഈ കോരണേടാ. നോക്കേ നിറച്ച് പോണണ്ട. ഇത് പ്ലാറ്റിനം റെഡാണ്ടായി പോണതെല്ലാം. ഇനിയിപ്പോൾ വീഡിയോ കണ്ട് ഒരു മാസം കഴിഞ്ഞാൽ കാണുന്നവർക്കെങ്കിലും പോകണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് സാധനം ഇവിടെ ഉണ്ടാവും. സാധാരണ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഡൗട്ട് ഉണ്ടാവും ഒരു മാസം കഴിഞ്ഞ് കാണുന്ന ടീമിലാണെങ്കിലും. പക്ഷെ അവർക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫാമിലി ഇപ്പൊ ചെയ്തേക്കണം കേട്ടാ. ആ ജസ്റ്റ് ഓ ചാള ഇതിനെ നമുക്ക് അന്ന് തുറന്നിടണണ്ട. ആ ഇപ്പോൾ ഒരു കസ്റ്റമർ പുതിയതായിട്ട് ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് സ്ഥിരമായിട്ട് ആഴ്ചയിൽ മാസങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിൽ തന്നെ ഉണ്ടാവും അല്ലേ. ചെയ്യല്ലേ. ഇത് നോക്കി ഇവര് ആക്റ്റീവ് ആണ്. ഈ ഇത്രയും ഫിഷ് കിടന്നിട്ട് പോലും അവര് ഭയങ്കര ആക്റ്റീവ് വേണ്ട. ഇവരൊക്കെ നമുക്കൊരു ഗ്ലാസ് ടാങ്കിലിട്ട് ഒന്ന് കാണിക്കണോട്ടെ. ഈ ബൾക്ക് കിടക്കണതിൻ്റെ ഗ്ലാസ് ടാങ്കിലിട്ട് നമുക്ക് അതിൻ്റെ ഇത് കാണിച്ചത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കോരി നല്ല കാണിച്ചത്. വീഡിയോ തീരത്തില്ല. എല്ലാത്തിനും അടുത്ത് ഗ്ലാസ് ടാങ്കിലിട്ട് കഴിഞ്ഞാലേ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ഇതിന് നമ്മൾ ഒരു ഗ്ലാസ് ടാങ്കിലിട്ട് കാണിച്ചത് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്. പിന്നെ പ്ലാറ്റിനം റെഡിൻ്റെ ഒരു ടാങ്കിൽ നിന്ന് കൂടി നമ്മൾ കോരുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് കോരിട്ടുണ്ട്. ആ ഇങ്ങനെ കണ്ടിട്ട് ഒരു എണ്ണ അറിയാൻ പറ്റില്ലല്ലോ. ഇതിനകത്തേക്ക് മാറ്റി നോക്കാം. എത്രണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് എണ്ണിയാക്കി. ഈ ചെറിയൊരു വല കൊണ്ട് ഈ ടാങ്കിന്റെ ഒരു മൂല കോരിയപ്പോ കിട്ടിയേക്കണ ഫിഷാണ് ഇതേട്ടാ. എല്ലാരും അടുത്ത് ഇത് ചാടിപ്പോവാൻ നിക്കണേ ഒട്ടൻ ചാട്ട. അപ്പം ഇങ്ങനെ ചെയ്യാമെന്ന് ഇവർ തെളിയിച്ചേക്കണേണ്ട. ഇത്രയും ഫിഷസിനെയൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ വളർത്തിയെടുക്കാം. ഗപ്പീസിനെ എല്ലാവരും പറയുന്നത് ഗപ്പി എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിങ്ങ ചത്തുവാൻ ചാൻസ് കൂടുതലാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇത് നോക്കിയാൽ
അവിടെ കണ്ട നോക്കി ഇപ്പൊ പോയ ഫിഷ് താണ്ട എല്ലാം നല്ല ആക്റ്റീവായിട്ട് ഓടി ഞങ്ങൾ പോകുന്നുണ്ട്. കുറച്ച് സൈൽ കിടക്കുന്ന റെഡ് ആയിരിക്കും റെഡ് ബ്ലൂ പ്ലെയിൻ കളേഴ്സ് നല്ല മൂവ്മെന്റ് ഉണ്ട്. പിന്നെ കാൻഡീസ് ഒക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. ഡിപ്പെൻസ് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ പോലെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ചിലര് ഈ ഡംബോ ഇയേഴ്സ് കാറ്റഗറിയിലുള്ളവരെ നോക്കും. ഡംബോ നല്ല ഡംബോ സാൽമണ്ടർ ഇത് ഫീമെയിൽ ആണല്ലേ? അതെ അതെ ഫീമെയിലിൻ്റെ ഡംബോ ഒക്കെ. ഇതപ്പോൾ നമ്മൾ ചില്ലി മുസേക്കിന്ന് ടാങ്കിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന വേണ്ട ഹോൾസെയിൽ കൊടുക്കാനുള്ള ഐറ്റമാണ് ഈ കിടക്കുന്നത്. നോക്കിക്കോട്ടാ പ്ലാറ്റിനം കയറിയിട്ടുണ്ട്. അത്യാവശ്യം പ്രിൻ്റ് ഉണ്ട് സാധനത്തിന്. ഇതേതാ വെറൈറ്റി? ഇത് നമ്മുടെ മെറ്റൽ റെഡ് ലൈസ്. ബോഡി തന്നെ നല്ല ഹെവി ബോഡിയാണ്. നല്ല ബോഡി തിക്നെസ് ഉണ്ട്. പിന്നെ മെറ്റൽ ബോഡി ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു കാണാനൊരു പ്രത്യേക രസമാണ്. പിന്നെ പാറ്റേൺ ഒക്കെ നോക്കിയേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ റോസ്റ്റൈലും വരുന്നുണ്ട്. ഡെയിലി റോസ്റ്റൈലാണ്. ഓൾ ഫീച്ചേഴ്സ് ഒരു ഫിഷാണല്ലേ നമ്മളുടെയൊക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്. ഇതൊക്കെ നേരെ അക്കുറുതി കൊണ്ടിട്ട് കഴിഞ്ഞാൽ മതി. നല്ല ഡോർസലും ഉണ്ട് എല്ലാം കൊണ്ട്. ഈ റെഡ് ലൈസിന് സ്വതവേ നല്ല ഇങ്ങനെ വീണെടുക്കണ മാരത്തെ ഒരു ഡോർസൽ വരും. അത് നമുക്ക് കുറച്ച് ഫീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ആ ഡോർസലൊക്കെ അതിൻ്റെ ഇനിറ്റ് നിൽക്കും അവരുടെ. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ്. ആ ഡോർസല് അതുകൊണ്ട് വിരിഞ്ഞ് വരണുണ്ടോ ഈ ഫിഷിൻ്റെ ഒക്കെ. അത് ഭയങ്കര ഭംഗിയത് ആ സമയത്ത്. ഈ സൈസാണ് ഇതിൻ്റെ സൈലിനുള്ള അല്ലേ? അതെ അതെ. അപ്പം അടുത്തത് ഇതേതാ വെറൈറ്റി? നമ്മുടെ പാസ്റ്റലിലുള്ളത് സൈലിനായിട്ടുള്ളത് ആ ടാങ്കിൽ നിന്ന് വാരിക്കൊണ്ട് വന്നേക്കുന്ന സൈസാണ്. നമ്മുടെ ബ്രൂട്ട്സിലും പെട്ട കുറവെണ്ണയിലും പെട്ടിട്ടുണ്ട്. ഈ ഒരു സൈസ് ആവും അല്ലേ? ഫീമെയിലൊക്കെ ബ്രൂട്ട്സിൽ വന്ന സൈസാണ്. ഓൾറെഡി ബ്രീഡിങ് ടെൻഡൻസി ഉണ്ടല്ലേ? ടൈലിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടോ? ഫീമെയിലിൻ്റെ ടൈലാണല്ലേ കാണുന്നത്? ഇതേതാ വെറൈറ്റി? പർപ്പിൾ ഡ്രാഗൺ. പർപ്പിൾ ഡ്രാഗണിൻ്റെ അല്ലേ? ഇത് ഹാഫ് മൂൺ ടൈലായിട്ടാണ് നല്ല ഹാഫ് മൂൺ ടൈൽ വരും. പിന്നെ അതിൻ്റെ പാറ്റേൺ അതൊരു നല്ല പാറ്റേൺ, നല്ലൊരു ഇലക്ട്രിഫൈങ് മരത്തെ പാറ്റേൺ ആണ്. അത് പ്രത്യേക രസമാണ്. ഇത് ഫീമെയിലിനും ഇയർ അത്യാവശ്യം ഈ ചെറിയൊരു ഇയർ നല്ല ഡാർക്കായിട്ട് ഇങ്ങനെ ഫീമെയിലും. ഇതും ഹോൾസെയിൽ കൊടുക്കാനുള്ള. അതെ. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ജപ്പാൻ പൂവ് അല്ലേ? അതെ അതെ. അതിൻ്റെ സൈസ്. അതെ. നല്ല ഡംബോയാണല്ലോ ഇത്. അത്യാവശ്യം ഡംബോ ഉണ്ട്. നല്ല ഡെപ്തുള്ള കളറും ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഫീമെയിലിന് ഇയർ കാണിക്കുന്നത്. ഫീമെയിലൊരു ഇത്തിരി ഡാർക്കായിട്ടുള്ളൊരു ഇയർ വരും. ശരിക്കും ഷോപ്പുകാർക്കും ഹോൾസെയിൽ ചെയ്യുന്ന ടീമിന് മെയിനായിട്ട് വേണ്ടത് ഇത് തന്നെയാണ്. ഫീമെയിലിനും ഭംഗിയാണ്, മെയിലിനെ പോലെ തന്നെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടൈലൊക്കെയുള്ള ഫീമെയിൽ വരിക. ഈ വെറൈറ്റി ഏതാ? ഇത് നമ്മുടെ HB ബ്ലൂ. അതിൻ്റെ റിബൺ ടൈപ്പാണ്, ഓട്ടയിലാണ്. ഫീമെയിലും ടൈലുണ്ട്, അത്യാവശ്യം ടൈൽ വരും. ഇത് ഫീമെയിലാണ് കാണുന്നത്. ഫീമെയിൽ നല്ല ടൈൽ അടിക്കുന്നുണ്ട്. അത് അവരുടെ എന്താ പറയുക യങ് ഏജ് തൊട്ട് തന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ടൈൽ വരും കേട്ടോ. ഡെൽറ്റ ടൈല് പോലെ. അതെ അതെ. നല്ല കളറും ഉണ്ടാവും അതിന്. ഈ പറഞ്ഞ പോലെ മെയിലിൻ്റെ ടൈല് പോലെ തന്നെ ഇരിക്കും. ഫീമെയിലിനും വേണ്ടല്ലോ. ഓ നല്ല ഡോർസലുണ്ടല്ലോ മെയിലിന്. അത്യാവശ്യം ഹൈ ഡോർസലായിട്ടാണ്. നമ്മൾ ബ്ലാക്ക് അല്ലേ? ബ്ലാക്കിൻ്റെ സെയിൽ സൈസ് ഫീമെയിലാണ് ഇത് കാണുന്നത്.
അതിൻ്റെ ബോഡി കണ്ടോ, നല്ല തിക്ക് ബോഡിയാണോ, നല്ല ഹെവി ബോഡിയാണ് വരിക. അത് കാരണം തന്നെ എന്താ, കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കിട്ടും, നല്ല ഹെൽത്തി ഉള്ള കുഞ്ഞുങ്ങളെ കിട്ടും. നമ്മൾ ഈ അത്യാവശ്യം കൗണ്ടും ഉണ്ടാവും. അതെ, നല്ല കൗണ്ടും ഉണ്ടാവും. ഓക്കെ, നമ്മൾ റെഡ് ഇയർ കോഴി എങ്ങനെയുണ്ട്? അത്യാവശ്യം സാധനം ഉണ്ട് കേട്ടോ, വേണ്ടവർ നേരെ കോണ്ടാക്ട് ചെയ്തോ. അപ്പോൾ ഇത് ഇനിയും കൊണ്ടിട്ടെ ടാങ്ക് ഈ ഏരിയയിൽ ഒരു 30 ടാങ്ക്, ഇത് എത്ര 15 അല്ലേ? അപ്പം ഇനി ഒരു 15 ടാങ്കും കൂടി എടുക്കാണ്ട്, ഞാൻ എടുക്കണില്ല. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നത് 2 പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തേക്കുന്നത്. ഹോൾസെയിലിൻ്റെയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ഒരു മോയിനയുടെ വീഡിയോ കൂടി വരുന്നുണ്ട് കേട്ടോ. മോയിന ടാങ്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് സാഹിത്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയാം. അപ്പോൾ ഇത്രയും കിടിലൊരു വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നതിന് 2 പേർക്കും താങ്ക്സ് ഉണ്ട്. ഇനിയും ഇതിൻ്റെയൊക്കെ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ റിപ്ലൈ ഒക്കെ നല്ല ഇതായിരിക്കണമെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ കൊറിയർ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിൽ അയക്കാം, എല്ലാം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് വീഡിയോയിൽ പറഞ്ഞ എല്ലാ സംഭവവും ചേട്ടന്മാർ നമുക്ക് എഗ്രി ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്ത് വേഗം. ഇത്ര ബൾക്കുണ്ട്, ഇന്ന് കുറഞ്ഞു പോയി തീർന്നു പോയെന്നൊന്നും പറയാൻ ചാൻസ് ഇല്ല. മിനിമം ഒരു 500 രൂപയുടെ പർച്ചേസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയക്കാൻ കുഴപ്പമില്ല. അല്ലേ, ആഴ്ചയിൽ 2 ദിവസം കൊറിയർ ഉണ്ട്. ഓക്കെ. കൊറിയർ ചാർജ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു. കൊറിയർ ചാർജ് അത് സാധാരണ എല്ലാവരും ചെയ്യണമെന്ന പോലെയാണല്ലോ. അപ്പോൾ താങ്ക്സ്. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് എല്ലാവർക്കും ബൈ.